രാവിലെ തന്നെ റിച്ചു ഏട്ടനൊരു ടാറ്റു ഒക്കെ അടിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആരാടെ ഏട്ടൻ്റെ കയ്യെ കടിച്ചു പറിച്ചെന്ന് വെച്ചപ്പോൾ വന്ന് സോപ്പിടാൻ വേണ്ടി ഒരു ഉമ്മയൊക്കെ കൊടുത്തിട്ട് പോയി. സോപ്പിടാൻ പിന്നെ ആൾ മിടുക്കനാ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ട് ലഞ്ച് പ്രിപ്പറേഷന് വേണ്ടി കയറി. ഇന്ന് റൈസ് എൻ്റെ വകയും കറി ഏട്ടൻ്റെ വകയാണ്. ഞാൻ എൻ്റെ പരിപാടിയായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഏട്ടൻ റിച്ചുവിൻ്റെ ഹെയർ ഒന്ന് ട്രിം ചെയ്തുകൊണ്ടിരിക്കുക. ഇവനുണ്ടായി എന്നോട്ട് ഏട്ടനാവട്ടോ ഇവൻ്റെ ഹെയർ കട്ട് ചെയ്യുന്നത്. ഞാൻ വെക്കുന്ന റൈസിനെ ബിരിയാണി എന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല കേട്ടോ. ഏറ്റവും കുറച്ച് എണ്ണയും നെയ്യും ഉപയോഗിച്ച് എങ്ങനെ റൈസ് ഉണ്ടാക്കാമെന്നാണ് ഞാൻ ഈ കാണിക്കുന്നത്. ഡയറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇങ്ങനെയായിരുന്നു ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് ഇപ്പോൾ ഇത് കോമൺ ആയി ഇവിടെ. ഇതിന് നമ്മൾ കടയിൽ നിന്ന് വാങ്ങുന്ന ബിരിയാണി പോലൊന്നുമല്ല, എന്നാലും നമുക്കൊരു ബിരിയാണി കഴിച്ച ഫീലൊക്കെ ഉണ്ടാകും, അത്രേ ഉള്ളൂ കേട്ടോ. ഇതെൻ്റെ പ്രത്യേക ഒരു റെസിപ്പിയാണ്. ഇതാണോ ബിരിയാണി എന്ന് ചോദിച്ചാലും പൊങ്കാല ഇടാൻ വരരുത്. ഇങ്ങനെയും നമുക്ക് ബിരിയാണി ഉണ്ടാക്കി കഴിക്കാം, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോൾ ഞാനിതിനകത്ത് എന്തോരം എണ്ണയും നെയ്യും കുറച്ച് ഉപയോഗിച്ചാലും ഇതിന് പെയർ ചെയ്യാൻ വേണ്ടി കറി ഉണ്ടാക്കാൻ വരുന്ന ആളുണ്ടല്ലോ, അടുക്കളയിലുള്ള എത്ര എണ്ണയും സാധനങ്ങളും തീർത്തേ കറി വെക്കത്തുള്ളൂ. ഞാനതിനുള്ള എല്ലാം അരിഞ്ഞു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏട്ടൻ്റെ കുക്കിങ്ങിലേക്ക് കയറി. പിന്നെ ഞാൻ പാത്രങ്ങളെല്ലാം അപ്പം തന്നെ കൈയോടെ കഴുകി വെക്കും, അല്ലേ ലാസ്റ്റ് എല്ലാം കൂടെ കൂടിയിട്ട് കഴുകണ്ടേ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് കുറിയൊക്കെ തൊട്ട് ഞങ്ങൾ ഉച്ചക്കത്തെ ലഞ്ച് കഴിക്കാൻ പോകട്ടോ. അങ്ങനെ ഇതൊക്കെയാണ് ഏട്ടൻ ഉണ്ടാക്കിയ ഐറ്റംസ് കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു. അല്ലെങ്കിൽ ഈ ആണുങ്ങൾ ഫുഡ് ഉണ്ടാക്കിയ ഒരു പ്രത്യേക ടേസ്റ്റ് ആണല്ലോ അല്ലേ. എന്നാൽ പിന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണാം. ബൈ.